അങ്ങനെ ബി ജെ പിക്കാർ വെള്ളാപ്പള്ളിക്ക് പത്മശ്രീയും കൊടുത്ത് വെള്ളാപ്പള്ളിയുടെ മോനെ പറഞ്ഞ് രഹസ്യമായിട്ട് പെരുന്നേൽ വിട്ട് അങ്ങനെ ബി ജെ പി ഇപ്പം മണിയാശൻ്റെ ഭാഷയെ പറഞ്ഞ വേണ്ട, ബാക്കി ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ മണിയാശൻ്റെ പേര്. അങ്ങനെ ഇപ്പം വേണ്ട. NSSലെ കൊടിക്കുന്നിൽ സുരേഷും പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമൊക്കെ NSSൻ്റെ ആസ്ഥാനത്ത് പോയിരുന്നു. തിരുവഞ്ചൂർ പോയിട്ട് കുറച്ചാലായി, ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് പോയിരുന്നു. ശ്രീധരൻപിള്ളയും പോയിരുന്നു, PS ശ്രീധരൻപിള്ള. PS ശ്രീധരൻപിള്ള പിന്നെ കുറേ പുസ്തകമൊക്കെ എഴുതി കൊണ്ട് പോയതാണ്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് വേറെ വഴിക്കാണ്. പുസ്തകത്തിന് അനുഗ്രഹം വാങ്ങിക്കാൻ പോയത്. എന്തായാലും NSS പണ്ടേക്കും കോൺഗ്രസ്സാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. NSS കോൺഗ്രസ്സാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് അവർ കോൺഗ്രസ്സുമായിട്ട് തെറ്റിയാണ് ഈ സമദൂരത്തിലേക്ക് പോയത്. പിന്നെ ശരിദൂരമായി, പിന്നെ പ്രശ്നാധിഷ്ഠ ദൂരമായി, പിന്നെ ദൂരത്തിൽ ദൂരമായി, അങ്ങനെ ദൂരങ്ങളുടെ ഒരു കളിയായി അവർ, ദൂരം അരികെ ഒക്കെ ആയവർക്ക്. അപ്പോഴും കോൺഗ്രസ് മനസ്സാണ്. ഇവിടെ ഇവർ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ പിണറായി വിജയൻ കളിച്ചത്. പിണറായി വിജയൻ നാരായണപ്പണി പിന്നെ സുകുമാരൻ നായർ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്ത് വെള്ളാപ്പള്ളിയെ കൊണ്ട് കാറി കയറ്റി വെള്ളാപ്പള്ളിയെ കൊണ്ട് സുകുമാരൻ നായരെ പിടിക്കാൻ നോക്കി. സുകുമാരൻ നായർ പാവമല്ലേ, അയാൾ പച്ചവെള്ളം മാത്രം കുടിക്കുന്ന വളരെ സാത്വികനായിട്ട് തുളസിപ്പൂ ഇട്ട് വെള്ളം കുടിക്കുന്ന വളരെ സാത്വികനാണ്. പെട്ടെന്ന് ഹിന്ദു ഐക്യം നേട്ടവൻ പുള്ളി പറഞ്ഞു കൊള്ളാം, നല്ലതല്ലേ എന്ന് പറയാം. 1950 അവരുടെ മൂത്താപ്പമാർ, അതായത് ഉപ്പുപ്പന്മാരായിട്ടുള്ള മന്നത്ത് പപ്പനാവനും NSSൻ്റെ മന്നത്ത് പപ്പനാവൻ ആചാര്യ മന്നത്ത് പപ്പനാവനും SNDPയുടെ തലതൊട്ടപ്പനായ ആർ ശങ്കറും, മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറും 1949-50 കാലഘട്ടത്തിൽ കൊല്ലത്ത് ഹിന്ദുമണ്ഡലം വിളിച്ചിട്ട് അടിച്ചു പിരിഞ്ഞില്ലേ ഇവർ. അതിനുശേഷം എത്ര തവണയാണ് ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും തമ്മിലൊക്കെ എത്ര തവണ 80-ൽ വിളിച്ചു, 89 വിളിക്കുന്നു, 2000-ൽ പിടിക്കുന്നു. പല വർഷങ്ങളിലാണ് ഇവർ ഒന്നിച്ച് നമുക്ക് താമസിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു ലോഡ്ജ് മതി, എന്തിനൊരു കട്ടിൽ, 2 കട്ടിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡബിൾ കട്ടിൽ വേണ്ട, സിംഗിൾ കട്ടിൽ മതി എന്ന് തീരുമാനിച്ചു. പക്ഷേ തീരുമാനിക്കും, കല്യാണമൊക്കെ നടക്കും, മധുവധുവാകുന്ന ഇവർ അടിച്ചു പിരിയും. ഇത് 1 മാസമെങ്കിലും പോകുമെന്ന് വിചാരിച്ച് ഒരാഴ്ച പോയില്ല, അതിന് മുമ്പ് അടിച്ചു പിരിഞ്ഞു. അപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് ഞാൻ NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ ആലോചിച്ചില്ല, എനിക്ക് പിന്നീടാണ്, വൈകി വന്ന വസന്തമാണ് സുകുമാരൻ നായർ, എനിക്ക് പിന്നെയാണ് ഇത് ആലോചിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഇവൻ ട്രാപ്പാണ് കൊണ്ടുവരുന്ന ആളത്ര സ്ട്രൈറ്റ് അല്ലല്ലോ, അതേ ഒരു സ്ട്രൈറ്റ് ആളല്ല കൊണ്ടുവരുന്നത്, എൻ്റെ അഭിപ്രായമല്ല, സുകുമാരൻ നായർ പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, ഞാൻ അയാളടുത്ത് വരാൻ പറഞ്ഞാൽ അവൻ മോനെ അയക്കാമെന്നു. അതെന്തോന്നു ന്യായം? അനിയത്തിയെ കാണിച്ചിട്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടി അതൊന്നും നടക്കില്ല. ഇവിടെ അജ്ഞരല്ലേ വരേണ്ടത്, മോനാണെങ്കിലോ BJP ആയിട്ട് ബന്ധം നിൽക്കണം, BDJSൻ്റെ നേതാവും. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നവർ? NSSനെ കൊണ്ട് BJP കെട്ടാന്നോ? ഉണർന്നു കോൺഗ്രസ് രക്തം BJPയിലെ NSSലെ അവരെല്ലാം കൂടെ രാഖി രാമാനും രമേശ് ചെന്നിത്തലയ്ക്ക് ആരാ മക്കൾ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും BD സതീശനും സോണിയാഗാന്ധി അവരെല്ലാം കൂടെ അങ്ങോട്ട് ടീമായി നിന്നുകൊണ്ട് ഒറ്റ വലിച്ചു കൊടുത്ത് റബ്ബർ വലിക്കുമ്പോൾ ടപേന വലിച്ച് ദാടക്കണ സുകുമാരൻ നായർ ഡയറക്ടർ ബോർഡ് കൂടുന്നു, അവിടെ തീരുമാനം എടുക്കുന്നു, പത്രക്കുറിപ്പിറക്കുന്നു. അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് അതിനകത്ത് ഒപ്പുവെച്ചു. കണ്ണ് തുറന്നുകൊണ്ട് പത്മ ഹോട്ടലിൽ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് കൈ കൊടുക്കുന്നു. ആർക്ക്? വെള്ളാപ്പള്ളിക്ക്. കണ്ണടച്ചുകൊണ്ട് ഒപ്പിടുന്നു. ഒരു കാരണവശാലും ഞങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഒപ്പിടുന്നു. അങ്ങനെ പത്മ ഹോട്ടൽ വേഴ്സസ് പത്മഭൂഷൺ ഇപ്പോൾ നിൽക്കുന്ന നല്ല തല്ലിലാണ്. രസകരമാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ BJP ആണ് തിരികൊടുത്തത്. BJP എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ഈ വയസ്സുകാലത്തൊരു അവസാന കാലത്ത് ലാസ്റ്റ് ലാപ്പിൽ ഒരു അവാർഡ് കിട്ടി. ആർക്കാ മോഹം വരാത്തത്? തിളച്ചൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് അവാർഡ് വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ, കളിയുടെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ആരായാലും ഒരു കപ്പൊക്കെ ആഗ്രഹിക്കൂലേ? അങ്ങനെ ആ ലാസ്റ്റ് ലാപ്പിലെ കപ്പിൻ്റെ മോഹം BJP വളരെ തന്ത്രപരമായി മനസ്സിലാക്കി ഒരു പത്മഭൂഷൺ കൊണ്ടു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു, അവിടെ കടലായി. ഇവിടെ കണ്ണ് നിറഞ്ഞു വെള്ളാപ്പള്ളിക്ക്. പെരുന്നെല്ലത്ത് കയറി, കടൽ കയറി. ഇനി ഇവിടെ ഒറ്റ മനുഷ്യൻ ഇങ്ങോട്ട് വന്നു പോരുതെന്ന് പറഞ്ഞ് തീരുമാനമായി. അവർ കടലും കടലാടിയും പോലെ അടിച്ച് പിരിഞ്ഞു. ഇനി അടുത്ത കാലത്തെങ്ങും പിന്നെ ഇതിൻ്റെ നേട്ടമുണ്ടാകാൻ പോണില്ല. അപ്പോൾ ചിരിച്ചതാരാണ്? ഹിന്ദുക്കളെ കാര്യം കഷ്ടമാണ്, എന്നും ഇങ്ങനെ തന്നെയാണ്. കല്യാണം നടക്കുമെന്ന് വിചാരിക്കും, ഗണപതിയുടെ കല്യാണം പോലെയാണ്, നടക്കില്ല. ഈ 2 ചേട്ടന്മാരും കൂടെ ഒന്നിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ അപ്പോഴും ചിരിക്കുന്നതാരാണ്? BJP ചിരിക്കും. ഇവരൊന്നിച്ച് CPMൻ്റെ കൂടെ പോയില്ല.
കോൺഗ്രസ് ചിരിക്കും, ഇവരെല്ലാം കൂടെ ഒന്നിച്ച് CPM-ലൂടെയും പോയില്ല, BJP-യിലൂടെയും പോയില്ല. CPM-ഉം ചിരിക്കാം. CPM ചിരിക്കുന്ന എന്താണ്, ഇനിയിപ്പം വെള്ളാപ്പള്ളി നടേശനെ വേണമെങ്കിൽ ഇങ്ങോട്ട് പിടിക്കാം, സമ്പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് പിടിക്കാം. NSS അപ്പുറത്ത് പോയാൽ, കോൺഗ്രസിൽ പോയാൽ. അപ്പോൾ വേറൊരു കഥ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ പത്മഭൂഷൺ കൊടുത്തതുകൊണ്ട് BJP-യിലേക്ക് പിടിച്ചുകൂടാ? അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതൊരു മുച്ചീട്ട് കളിയാണ്. അപ്പോൾ നല്ല രസകരമാണ്. അവസരങ്ങളുടെ കലയല്ലേ, സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ എന്തായാലും ഈ സാധ്യതാ കളിയിൽ, കോണിയും പാമ്പും കളിയിൽ NSS ഈഴവ ഐക്യം വീണ്ടും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആയി. ഇനി തമാശ എന്താണെന്നറിയാമോ? ഇതിനകത്തൊരു തമാശ, ആദ്യം നമുക്ക് തമ്മിൽ ഒന്നിക്കാം. ആരൊക്കെ? വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും. എന്നിട്ട് നമുക്ക് ബ്രാഹ്മണന്മാരെ വിളിക്കാം, നമ്പൂരിമാരെ വിളിക്കാം, പിന്നെ പട്ടികജാതി പട്ടികക്കാരെ വിളിക്കാം, പിന്നെ നാടാർ കമ്മ്യൂണിറ്റി, ഓരോ കമ്മ്യൂണിറ്റികളെ വിളിച്ചിട്ട് നമ്മൾ ഹിന്ദു കമ്മ്യൂണിറ്റി എല്ലാം കൂടി ഒന്നിക്കാം. നല്ല രസമല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് നസ്രാണിമാരെയും വിളിക്കാം. അപ്പോൾ നായാടി മുതൽ നമ്പൂരി വഴി നസ്രാണി വരെ ബസ്, അങ്ങനെ തിരുവനന്തപുരം മുതൽ കണിച്ചകുളങ്ങര വഴി, ചങ്ങനാശ്ശേരി വഴി, പെരുന്ന വഴി, പാലക്കാട്ടേക്ക് എല്ലാവരുമായി, അല്ലെങ്കിൽ കോട്ടയത്തേക്ക് എല്ലാവരുമായി. ആരായി? നായരായി, നായാടിയായി, നായരായി, നമ്പൂരിയായി, ഈഴവയായി, ബാക്കി എല്ലാ കുട്ടി പരാധീനങ്ങളായ എല്ലാ ജാതികളുമായി, പിന്നെ നസ്രാണിയായി. എത്ര മനോഹരമായ സ്വപ്നമായിരുന്നു. പക്ഷെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ വെള്ളാപ്പള്ളി കുളിച്ച് ഉണ്ട് ഉറങ്ങി സ്വപ്നം കണ്ട് ഉണർന്നപ്പോൾ ബലൂണ് പൊട്ടും പോലെ ടപ്പോന് ദാ കിടക്കുന്നു. 2 ദിവസത്തിനകത്ത് വിളിച്ച് ആവശ്യമുള്ളത് കൊടുത്തോളാം. അപ്പം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു പത്രക്കാരി സുകുമാരൻ നായരെടുത്ത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ, പറഞ്ഞോ? അത് ഞാൻ 2 ദിവസം കൂടെ കഴിയിട്ട് വയറ് നിറച്ച് കൊടുത്തോളാം എന്നുള്ള നിലയിൽ സുകുമാരൻ നായരും ഫോൺ മടക്കി. എന്തായാലും വളരെ രസകരമാണ് ഈ ചേട്ടന്മാരുടെ കാര്യം. നമ്മൾ അന്നേ പറഞ്ഞതാണ്, ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണം നടന്നാലും സദ്യ ഉണ്ട്, ആളുകൾ പിരിയുന്നതിന് മുമ്പേ ഇവർ അടിച്ച് പിരിയും, മധുവിധു കാണൂല, പരസ്പരം പാലിൽ വിഷം കൊടുക്കും 2 കൂട്ടരും. കാരണം ഇതിൻ്റെ ഒരു ജനിതക കോഡ് തെറ്റിക്കിടക്കുകയാണ് ഈ 2 ഗ്രൂപ്പിൻ്റെയും. അവരധികാരവും സമ്പത്തും സംവരണവും ഹിന്ദു ഐക്യമൊന്നും അവരുടെ സബ്ജക്റ്റിലേ ഇല്ല. 1950-ലും ഇല്ല, 2000-ലും ഇല്ല, 2025-ലും ഇല്ല. അതുകൊണ്ട് ഇത് പറയും, അവർ പറയുന്നതല്ലാതെ ഒരു കാര്യവുമില്ല. അവരടിച്ച് പിരിഞ്ഞു. അപ്പോൾ നമുക്ക് സുകുമാരൻ നായർക്ക് വീണ്ടും പത്മ ഹോട്ടലിൽ ചായ കുടിക്കാം, നമ്മുടെ കാഫിയൊക്കെ കുടിക്കാം, മസാല ദോശ കഴിക്കാം. അപ്പുറത്ത് കണിച്ചകുളങ്ങര ആശാന് പത്മഭൂഷൻ്റെ ട്രോഫി കിട്ടാൻ ഡൽഹിക്ക് പോകാം.